2023 ജനുവരി 12 എൻ്റെ നിയോജകമണ്ഡലത്തിൽ വേദനാജനകമായ ഒരു മരണമുണ്ടായി. 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് ഒരു ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ബോധ്യമായത്. ആ പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. സർ, ഈ 14 വയസ്സുകാരിയായ പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ കോടതിയിൽ ആ കേസ് നടക്കുകയാണ്. ആ കേസ് ഇന്നും നീട്ടിവച്ചിരിക്കുന്നു. സർ, ഒരു കാരണം മാത്രമാണുള്ളത്. നമ്മുടെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ആ കേസ് സംബന്ധമായി നൽകിയിട്ടുള്ള സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ച് ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് കോടതിയിൽ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. സർ, നമ്മൾ പോലീസിങ്ങിൻ്റെ മികവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പോലീസ് സംവിധാനത്തിൻ്റെ മെച്ചങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ കൊണ്ട് കേസുകൾ തുടങ്ങാൻ പോലും കഴിയാത്ത ഒരു പോലീസ് സിസ്റ്റമാണ് നമ്മുടെ സംസ്ഥാനത്തെന്നത് എത്ര ഷെയിംഫുൾ ആണ്. സർ, നമ്മുടെ നാട് ഇത്രയേറെ പിറകോട്ട് നടക്കുകയാണ്. ഏറ്റവും നല്ല ടെക്നോളജി ലോകത്ത് മുഴുവനും പോലീസിങ്ങിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ്. സർ, ഡാറ്റ ഡ്രിവൺ പോലീസിങ്ങിൻ്റെ കാലമാണിത്. സർ, പ്രൊഡക്റ്റീവ് അനലിറ്റിക്സിൻ്റെ കാലമാണ് ഇത്. സർ, റിയൽ ടൈം ക്രൈം സെൻറ്റേഴ്സ് ഉണ്ടാകുന്ന കാലമാണ്. സർ, ഇൻ്റലിജൻസിനെ ഏറ്റവും നന്നായി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സർ, ഈ കാലത്ത് നമ്മുടെ ടെക്നോളജിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മികവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ സങ്കടകരമാണ്. ക്രൈം നമ്പർ 34/2023 രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ കേസിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ട പ്രതിക്ക് നേരെ ഒരു നടപടിയെടുക്കാൻ പോലും കഴിയാതെ കോടതിയിൽ ഒരടി പോലും മുന്നോട്ട് പോകാതെ നിൽക്കുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരാജയമാണ് ഇവിടെ ഏറ്റവും ശക്തമായി നാം ബോധ്യപ്പെടേണ്ടത്. ക്രൈം മാപ്പിംഗ് ഇവിടെ ഉണ്ടോ? സർ, അത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഡാറ്റ ഡ്രിവൺ പോലീസിംഗ് നമ്മുടെ സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും മികവുറ്റ പോലീസ്, മികവുറ്റ സംവിധാനം, മികവുറ്റ ടെക്നോളജി എന്ന് പറയുന്ന വാഴ്ത്താരികൾ ഇവിടെ എന്തൊരബദ്ധമാണ്. സർ, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KV സുമേഷ് പ്രസംഗിച്ചപ്പോൾ പറയേണ്ടായി, ഇവിടെ യാതൊരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ലാതെ മുഖം നോക്കാതെയാണ് പ്രതികൾക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സർക്കാർ മുഖം നോക്കാതെയാണ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നത്, ശരിയാണ്. പക്ഷേ കൊടി നോക്കിയാണ് നിങ്ങൾ നടപടിയെടുക്കുന്നത് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. സർ, നിങ്ങൾ കൊടി നോക്കി മാത്രമാണ്. പൊളിറ്റിക്കൽ പാട്രണേജ് ആണ്. ഏത് ക്രൈമിനാണ് സർ നിങ്ങൾ പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കാത്തത്? ഇവിടെ SFIയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വാദോരാതെ പറയുകയുണ്ടായി. ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ SFIയുടെ ഒരു പരിപാടിയിൽ പോയി വളരെ ഗംഭീരമായി കുട്ടികളുടെ മുമ്പിൽ പ്രസംഗിച്ചത് രക്തസാക്ഷിത്വത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ്. ഞങ്ങൾ പറയുന്നത് SFIയുടെ കുട്ടികൾ പോലും കൊല്ലപ്പെടാത്ത ഒരു ക്യാമ്പസാണ് സർ നമുക്ക് വേണ്ടത്. ഒരു കുട്ടിയും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടാത്ത ക്യാമ്പസാണ് ഉണ്ടാവേണ്ടത്. രക്തസാക്ഷിത്വം ആഘോഷിക്കുകയും അങ്ങനെ ആദർശവൽക്കരിക്കുകയും ചെയ്ത് കൂടുതൽ രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ മത്സരിക്കുന്ന രാഷ്ട്രീയം ഉപേക്ഷിക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. ഞങ്ങൾ ഒരിക്കലും ക്യാമ്പസിൽ SFI വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് പറയുന്നില്ല. രാഷ്ട്രീയത്തെ സർഗാത്മകമാക്കി മാറ്റാൻ കഴിയുന്ന ക്യാമ്പസുകൾ ഉണ്ടാകണമെന്ന് പറയുന്നവരാണ് സർ ഞങ്ങൾ. കാരണം നിങ്ങൾ ആ സർഗാത്മകതയെയാണ് തള്ളിക്കളയുന്നത്. ഇവിടെ പ്രസംഗിച്ച പലരും സൂചിപ്പിച്ചല്ലോ, എത്രയെത്ര ക്രൈമാണ് ഈ അടുത്ത ക്യാമ്പസുകളിൽ നിന്നുണ്ടായത്. ആ ക്യാമ്പസുകൾക്ക് പിറകിലെല്ലാം, ആ ക്യാമ്പസിലെ അക്രമങ്ങൾക്ക് പിറകിലെല്ലാം എന്തുകൊണ്ട് നമ്മൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ പ്രതികളെ കൂടുതൽ കാണുന്നു? അത് അന്വേഷിക്കണം. അത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം SFIയുടെ പോക്ക് നേരായ വഴിയിലല്ല, അത് തിരുത്തണമെന്നാണ്. ഇവിടെ മുൻ SFIയുടെ നേതാക്കന്മാരുണ്ടല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പ്രവർത്തിച്ച കാലത്തെ SFI ആണോ ഇന്നുള്ളത് എന്ന് നിങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആത്മവിമർശനത്തിന് നിങ്ങൾ തയ്യാറാകണം. ആ സംഘടനയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ 3ാം വരവിനെ കുറിച്ച് പറയുന്നു. 2ാം വരവ് ആയപ്പോഴേക്ക് തന്നെ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒക്കെ ഫ്രീസറിൽ വെച്ച സ്ഥിതിയിലാണ് സാർ. ഇന്ന് നിങ്ങൾക്ക് എന്ത് 3ാം ഊഴം? നിങ്ങളുടെ ഈ നാട്ടിൽ ജനങ്ങളോട് നിങ്ങൾക്കൊരു നീതിയും കാണിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമായി മാത്രം നിങ്ങൾ പ്രതികളെ നോക്കുകയാണ്. രാഷ്ട്രീയമായി നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടാകുമെന്ന് നോക്കുകയാണ്. കുറ്റവാളിയുടെ രാഷ്ട്രീയം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് എന്നത് ഏറ്റവും കൂടുതൽ അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കളമശ്ശേരിയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം SFI
ആ പ്രതികളെ നെഞ്ചോട് ചേർത്തല്ലേ സംസാരിച്ചത്? അവസാനം SFIക്ക് ഗതികേട് കൊണ്ട് ആ കുട്ടികളെ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ഞങ്ങൾ ഒരിക്കലും പ്രതികൾ അങ്ങനെ ഉണ്ടാകണമെന്ന് പറയല്ല. പക്ഷെ ഇവിടെ നമ്മൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പോലീസിന്റെ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് നന്നായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് പോലും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ കൊടുക്കുന്ന ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ നാളെ അവർക്ക് കട്ടപ്പനയിലേക്ക് വണ്ടി കയറേണ്ടി വരുമെന്ന ഭയമാണ് അവരുടെ മനസ്സിലുള്ളത്. ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിലേക്ക് അവർക്ക് സ്ഥലം മാറ്റം കിട്ടുമെന്ന ഭീതിയാണ് അവർക്കുള്ളത്. പോലീസുകാർക്ക് പോലും ഏത് സമയത്തും ആക്രമിക്കപ്പെടും എന്ന ഭയമാണുള്ളത്. ആ ഭയം സൃഷ്ടിക്കുന്നത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് സർ. ആ പൊളിറ്റിക്കൽ പാട്രണേജിനെതിരെ നിങ്ങൾക്ക് നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്രൈമിന്റെ നമ്പർ ഇനിയും കൂടും സർ. ഇവിടെ നിങ്ങൾ നോക്കൂ, എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. 2016 നിന്ന് 2024 എത്തുമ്പോൾ മർഡർ കൂടിയിരിക്കുന്നു, അതുപോലെ തന്നെ ആക്രമണങ്ങൾ കൂടിയിരിക്കുന്നു, റേപ്പ് കൂടിയിരിക്കുന്നു. ആകെ കുറഞ്ഞ ഒരു സാധനമേ ഉള്ളൂ, അത് കിഡ്നാപ്പിംഗ് ആണ് സർ. ബാക്കിയെല്ലാം കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ്, പോലീസ് മാനേജ്മെന്റ് അറിയാത്ത ഗവൺമെന്റ്, പൊളിറ്റിക്കൽ പാട്രണേജ് കൊണ്ട് മാത്രം പോലീസിങ്ങിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, പോലീസിന്റെ ഒരു പുതിയ സംവിധാനത്തിലും ശാസ്ത്രീയമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, പോലീസിന് പോലും സംരക്ഷണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റിന്റെ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തമായി എതിർക്കുന്നു.